നിങ്ങളെന്തിനാ അവനെ നോക്കുന്നത്? എന്തിനു പറഞ്ഞു മാം? വഴക്ക് പറഞ്ഞോ? ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, റെസ്റ്റ് എടുക്കാം. ബാ, ഞാൻ പോയി റൂം കാണിച്ചു തരാം. എടിയേ, ഇത് ഞാൻ കാണുന്നത് തന്നെയാണ് നീ കാണുന്നത്? ഇതെന്നതാ ഏട്ടത്തേക്ക് പെട്ടെന്നൊരു മനമാറ്റം? എന്നാ പറ്റിയതാണെങ്കിലും നമ്മുടെ ആദ്യമോൾക്ക് കുറച്ച് സന്തോഷം കിട്ടുമല്ലോ, അത് മതി. ഉർവശി ശവം ഉപകാരമായി. ഡാ, ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോവാമെങ്കിൽ ആദ്യയുടെ മേലിൽ നിന്റെ ശ്രദ്ധ വേണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം ചായ. എല്ലാവരും വന്നതല്ലേ, എല്ലാവർക്കും ഉള്ള റൂം കാണിച്ചു കൊടുക്കുക, വിശ്രമിക്കട്ടെ. വൈകിട്ടത്തിനുള്ള ആഹാരത്തിൻ്റെ എല്ലാ കാര്യം റെഡിയാക്കാൻ കത്രീനയോട് പറയണം. പിന്നെ എടാ ജഡാ, എൻ്റെ കൂടെ വാ. ആദ്യം പോയി റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. ആ മമ്മി, പോവാം. എടാ ചെറുക്കനെ, എത്ര നാളായിട്ട് ഇങ്ങനെയൊന്നും അടുത്ത് നീ വന്നിട്ട്. നിനക്ക് ഓർമ്മ ഒഴിക്കട്ടെ. എനിക്കൊന്നും വേണ്ട, ആദ്യക്കത് ഇഷ്ടമാകത്തില്ല. എന്നെ പറഞ്ഞതിന് പെണ്ണിൻ്റെ കാര്യം എടുത്തിട്ടുള്ളൂ. എന്നായാലും അവൾ മതം വേറെയല്ലടാ. പിന്നെ നീ കുടിച്ച കാര്യം പിന്നെ അവളെങ്ങനെ അറിയാനാ? നിങ്ങളെന്നെ കുടിച്ച് വഷളാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്? മാത്രം വേറെ ആണെങ്കിൽ എന്നാ, പെണ്ണല്ലേ, അത്ര ഓർത്താൽ മതി. എനിക്ക് അവളെ ഇഷ്ടം, ഞാൻ അവളെ കെട്ടുള്ളൂ. പിന്നെ എങ്ങനെ അവൾ അറിയുന്നത്? എന്തേ അവിടം കൊണ്ട് നിർത്തി കളഞ്ഞ? എങ്ങനെയാ അവൾ അറിയുന്നത്? കാരണവർക്ക് വയസ്സങ്കാലത്തുള്ള പോതിയെ കേട്ട് സുഖിക്കാനല്ലേ, അത് വേണ്ട. ഉമ്മ കൊടുക്കുമ്പോൾ അറിയും, അത്ര തന്നെ. പിന്നെ പെണ്ണാ, വേറെ ജാതിയാ, അങ്ങനെയാ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മുടക്കാനൊന്നും നോക്കുകയേ വേണ്ട. ഞാൻ കെട്ടുവാണെങ്കിൽ അവളെ കെട്ടത്തുള്ളൂ, അതിപ്പോൾ എന്നെ സമ്മതിപ്പിച്ചാൽ. എന്നാ പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾക്കുള്ള ഒരു ഉഷിരും വേറെ ആർക്കും ഇല്ലടാ. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. ഞാൻ അവളെ കെട്ടുന്ന എൻ്റെ ഭാര്യയായിട്ടിരിക്കാനാണ്, അല്ലാതെ കുറേ ഉഷിരും കൂടിയിട്ട് ഞാൻ അവളെ ഒളിമ്പിക്സിലൊന്നും പറഞ്ഞു വിടുന്നില്ല. എന്നായാലും ഇവിടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി. നിന്റെ അമ്മച്ചി ലീലാമ്മ 4 മക്കളെയാ മണിമണി പോലെ പ്രസവിച്ചത്. ഈ കാര്യത്തിൽ നിന്റെ അത് കണ്ടാൽ മതി. എന്താ കാരണവരെ വെല്ലുവിളിയാണോ? ഈ കാര്യം സംസാരിക്കാനാണെങ്കിലേ ഞാനങ്ങ് പോയിക്കുക, കുറച്ച് ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങട്ടെ. നമ്മുടെ സൂസിന് തന്നെ അടി പറ്റിയത്, ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ. എനിക്കൊന്നും അറിയാൻ പാടില്ലേ, ഞാനും വിചാരം കൂടെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ചേട്ടായി വന്നിട്ട് അറിയാം. എൻ്റെ ഈശ്വര, ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന, സമാധാനത്തോടെ. ഇച്ഛായിരുന്നു, ഞാൻ ഡ്രസ്സ് മാറാൻ പോകായിരുന്നു. ഞാൻ ഓർത്തിനി സോസിനാൻ്റെ വലിയവാണോ എന്ന്. ഭയങ്കര സ്നേഹപ്രകടനമാണല്ലോടി ആ സാധനത്തിന് ഇപ്പം നിന്നോട്. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. ഫോൺ എപ്പോഴും കൈ വേണം, എന്താവശ്യമാണെങ്കിലും എന്നെ വിളിക്കണം. എന്നോട് പറയാണ്ട് നീ വെളിയിൽ പോയേക്കുകയും ചെയ്യരുത്. നീ തെരഞ്ഞെടുക്കുക, ബഹളം വെച്ച് വല്ലവൻ്റെ ജീവിതത്തിലെ സ്വകാര്യത നോക്കി നിൽക്കുവാണോ? പിന്നീട് സ്വകാര്യത, ഇത് ശരിയല്ല. നീയും സപ്പോർട്ടല്ലേ ചെയ്യുന്നത്? നിനക്കല്ലെങ്കിലും പണ്ട് മുതൽ എൻ്റെ ഇച്ഛായനോട് കുറച്ച് സ്നേഹക്കുറവുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നതാ കാര്യം? നിൻ്റെ ഈച്ചായം മാത്രമല്ല, അതെൻ്റെ ഈച്ചായനാന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ചതിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അത്ര ഇഷ്ടമില്ല. ഈച്ചായൻ്റെ സ്വഭാവത്തിന് ഉള്ള പ്രശ്നവും ദേഷ്യം ആദ്യം അറിയുന്ന ദിവസം അവളെങ്ങനെ പ്രതികരിക്കും? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല നിൻ്റെ വഴി നിറഞ്ഞാലേ ഈ ജിമ്മി നിനക്കൊരു സമ്മാനം തരും, അതിനൊരു മയവും കാണത്തില്ല. മിയ, എന്നാടാ, എന്നാ പറ്റി? ഒന്നുമില്ല ഞങ്ങളെ, അവള് സ്ലിപ്പായപ്പോൾ ഞാനൊന്ന് പിടിച്ചതാണ്. ആണോ? ശ്രദ്ധയില്ലാതെ ഇവളുടെ നടപ്പ്. അതിനെ കാണാന്ന് പറഞ്ഞ് ഇപ്പോൾ റൂമിൽ നിന്ന് പോകുന്നതാ. നേരം നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ തിരക്കി വന്നതാ. പറഞ്ഞേ നീ ഒന്ന്. ദേ അമ്മ അവിടെ തിരക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും എപ്പം വന്നതാടാ? നീ ഭൂതരാത്രിക്കാണ് കയറി വരുന്നത്. എന്നായിരുന്നു പരിപാടി?
ഒന്നും പറയണ്ട, സൈബർ ക്രൈംസിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസിൻ്റെ പുറകെ അതൊരു വഴിക്ക്. പിന്നെ സൂസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, അതോ മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നോ? സൂസൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചൊന്നും പറയണ്ട, ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞ. അവൾക്കിപ്പോൾ ആദ്യമായിട്ട് ഭയങ്കര സ്നേഹം. ബെസ്റ്റ്. എങ്കിലും ഉള്ളിലിരിപ്പ് വേറെ തന്നെ. ഇന്ന കാലത്തെ ആണെങ്കിൽ ഓഫീസിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെന്നോടൊരു കാര്യം പറഞ്ഞു. ആദ്യനെ എൻ്റെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം ഞാൻ അപ്പോഴും തന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെയാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എല്ലാവരും ഇവിടെ ഇരിക്കണം. അതേ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ബാ. എൻ്റെ കർത്താവേ, ഇവൻ കേട്ടോ എന്തോ. നീ നടക്കടാ, ഞങ്ങൾ വരുന്നു.